ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ആരാധ്യ അഭിമന്യു വ്ളോഗ്സ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഓണം വെക്കേഷനായിട്ട് നമുക്ക് എങ്ങും കറങ്ങാൻ പോകാൻ പറ്റിയില്ല. പിന്നെ സ്കൂളൊക്കെ തുറക്കാറായതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അഴീക്കൽ ബീച്ചിൽ പോവാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഗൈസ്, ഇനി നമുക്ക് പോവാം. ഗൈസ്, ഇപ്പം നമ്മൾ വണ്ടിയിൽ കയറി ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അവിടെ എത്തിയപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ കണ്ടതാണ് കുറേ ബോട്ടുകളും കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ എത്തിയിട്ട് അവിടെ നമ്മൾ വണ്ടി ഒന്ന് നിർത്തിയതാണ്. ഇങ്ങനെ നമുക്ക് ആ കടലൊക്കെ അങ്ങനെ ചെറുതായിട്ട് കാണാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. നമ്മളവിടെ എത്തി. അപ്പോൾ കേശുവിന് ഊഞ്ഞാലിൽ കയറണമെന്നും പറഞ്ഞിട്ട് അവന് ഊഞ്ഞാലിലൊക്കെ കയറ്റി. പിന്നെ ഞാനും കുറച്ച് നേരം ആടി. നമ്മൾ കണ്ടു. പക്ഷെ നമ്മളിത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞാനും കേശും ഭയങ്കര നല്ലോണം വെള്ളത്തിൽ കളിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വന്നതാണ്. പക്ഷെ നോക്കിയപ്പോൾ അവിടെയൊക്കെ കല്ലൊക്കെ എങ്ങനെ ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ എല്ലാവർക്കും നല്ല വിഷമമായി. അപ്പോൾ ഒരാൾ നമ്മളോട് പറഞ്ഞു ഇവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട്, കയറി കാണാമെന്ന്. നല്ല വ്യൂ ആയിരുന്നു. ലൈറ്റ് ഹൗസിലേക്ക് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ്. ഗൈസ്, അവിടെ പോയപ്പം കേശുവിന് അവിടെ ഇങ്ങനെ കുറേ പാർക്ക് കണക്ക് കളിക്കാൻ പറ്റുന്നതും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഗൈസ്, പിന്നെ അവിടെ അതിലൊക്കെ നമ്മൾ റൈഡ്സിലൊക്കെ കയറി.
ഗൈസ് അങ്ങനെ അവിടെ കുറേ സമയം കളിച്ചിട്ട് ഇന്ന് നമ്മൾ ലൈറ്റ് ഹൗസിൽ പോവാണ്. ഗൈസ് അപ്പം നമ്മൾ ലൈറ്റ് ഹൗസിൽ സ്റ്റെപ്പ് കയറാൻ പോവാണ്. അപ്പോൾ അവിടെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് വേണമെങ്കിൽ ലിഫ്റ്റിൽ കയറാം. ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ ലിഫ്റ്റിൽ വന്ന് അങ്ങോട്ട് പോയപ്പോൾ സ്റ്റെപ്പ് കയറാമെന്ന് വിചാരിച്ച്, കാരണം ലിഫ്റ്റിനവിടെ വലിയൊരു ക്യൂ ആയിരുന്നു കയറാൻ. ഞങ്ങൾ ഇതൊരു സ്റ്റെപ്പ് കയറാമെന്ന്. സ്റ്റെപ്പ് താഴെ നോക്കിയപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു. കയറി വന്നപ്പോൾ കാല് ചൊടിയായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു. അപ്പം നമ്മളിപ്പം ലൈറ്റ് ഹൗസിൻ്റെ ഒരു വ്യൂ നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് ഗൈസ് അതിൻ്റെ ഒരു വ്യൂ. നല്ല രസമുണ്ടായിരുന്നു നേരിട്ട് കാണാൻ. ഗൈസ് അവിടെ നിന്നപ്പോൾ ഞങ്ങൾക്കൊരു സത്യം മനസ്സിലായി ഗൈസ്. ആ കടൽ കണ്ടോ ഗൈസ്, അവിടെ എല്ലാവരും ഇറങ്ങി കളിക്കുന്നു ഗൈസ്. അപ്പം കേശു ഭയങ്കര വഴക്കായിരുന്നു, അവന് കളിക്കാൻ പറ്റിയില്ല, കളിക്കാമെന്നൊക്കെ പറഞ്ഞല്ലേ വന്നതെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഗൈസ് അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷമായി. അപ്പം ഞങ്ങൾ കുറച്ച് സമയം ലൈറ്റ് ഹൗസിലൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് ലിഫ്റ്റ് വഴി താഴെ ഇറങ്ങാണ്. താഴെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഒടുക്കത്തെ വഴക്കായിരുന്നു, പോണം എന്നും പറഞ്ഞിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളൊരു പട്ടമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പറട്ടാനെന്നും പറഞ്ഞിട്ട്. നമ്മൾ പട്ടമൊക്കെ വാങ്ങിച്ചിട്ടാണ് വരുന്നത്. ഗൈസ് അങ്ങനെ നമ്മൾ കുറേ സമയം പട്ടമൊക്കെ പറത്തി. ഗൈസ് എനിക്ക് ചില വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടാകുമ്പം നമ്മൾ ഫോണൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ തിരിച്ച് ഫോൺ വണ്ടിയിൽ വെച്ച്, അതുകൊണ്ട് ചില വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ പോണിയുടെ മണ്ടയ്ക്കൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പോണിയുടെ ഫോട്ടോയും ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ടേ. ഗൈസ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ സൺസെറ്റ് കാണാമെന്ന് വിചാരിച്ചു. അവിടെ നിന്നപ്പം നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാവേ.
ഗൈസ് വരുന്ന വഴി നമ്മൾ ഓച്ചിറമ്പലത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ കുറച്ച് ഡബ്ബകളും പിന്നെ ചെവിയിൽ വെക്കുന്ന മറ്റേ ഈ ചെവിയിൽ വെക്കുമ്പോൾ ചെവി വെക്കുന്ന സാധനം അതൊക്കെ വാങ്ങി. പിന്നെ കേശുവിനൊരു വണ്ടിയും വാങ്ങിച്ചു. ഗൈസ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയത്. ഗൈസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിരുന്നു. അൽഫാം മന്തിയാണ് കഴിക്കുന്നത്. ക്വാർട്ടറാണ് നമ്മൾ പറഞ്ഞത്. ഗൈസ് അങ്ങനെ മന്തി വന്നു. പിന്നെ പൊറോട്ടയും ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നു. ഗൈസ് പിന്നെ നമ്മൾ വാങ്ങിയത് വെച്ചിട്ട് ഇച്ചിരി സമയം കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. ഗൈസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.